ഹായ് ഫാമിലീസ്, ഇന്ന് ഞാനൊരു ബീഫ് കറിയായിട്ടാണ് വന്നിരിക്കുന്നത്. ബീഫെന്ന് പറഞ്ഞാൽ പൊതുവേ മലയാളികൾക്കുടെ വികാരമാണല്ലോ ബീഫും പൊറോട്ടയും. പക്ഷേ ഇതിപ്പോൾ ബീഫും പൊറോട്ടയല്ല, ഉച്ചയൂണിൻ്റെ കൂടെയാണ് ബീഫ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ബീഫ് നന്നായിട്ട് കഴുകി അതിൽ ഞാൻ ചെറിയ കലത്തിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നുള്ളൂ. അതിൽ വെളുത്തുള്ളി, ഇഞ്ചിയും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടൊന്ന് വേവിക്കാനായിട്ട് വെച്ചു. ബീഫ് ആ ഒരു ഇതിൽ വേവിക്കുന്നത് കൊണ്ട് തന്നെ അധികം സമയമെടുക്കും. സാധാരണ ബീഫ് കുക്കറിലാണ് ഇട്ട് എല്ലാവരും വയ്ക്കുന്നത്, പക്ഷേ ഞാനിതിപ്പോൾ കലത്തിനാണ് വെക്കുന്നത്. അപ്പോൾ കുറച്ചധികം സമയമെടുക്കും. അതുകൊണ്ടാണ് ഇത് നന്നായിട്ട് വെന്ത് കിട്ടാനായിട്ട് ചിരട്ടയും കൂടെ പൊട്ടിച്ച് ഞാനതിൽ ചേർത്തത്. അതിനുശേഷം കറിക്ക് ആവശ്യമുള്ള ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചു. പിന്നെ ഞാൻ ഈ ചെറിയ ഉള്ളി അരിഞ്ഞല്ല ചേർക്കുന്നത്, ഇതിൻ്റെ കൂടെ ഇടിച്ചാണ് ചേർക്കുന്നത്. നന്നായിട്ട് ചതച്ചിടാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ചതച്ച് ചേർക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വെളുത്തുള്ളിയും ഞാൻ ചതച്ച് വയ്ക്കുന്നുണ്ട്. പിന്നെ പച്ചമുളകും കൂടെ ചതച്ച്, ഇത് ഇത്രയും സെപ്പറേറ്റാണ് ചതച്ച് വയ്ക്കുന്നത്. അപ്പോൾ ഇത്രയും ചതച്ച് വെച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് എൻ്റെ മോൾക്ക് നാരങ്ങ പിഴിയാനായിട്ട് ഭയങ്കര ഒരു മോഹം. ഞാൻ സവാള അരിഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അവൾക്ക് നാരങ്ങയും കൂടെ കട്ട് ചെയ്ത് കൊടുക്കണം. പിന്നെ നാരങ്ങ ആൾ പിഴിയുന്നുണ്ട്, അതിനിടയിൽ ഞാൻ നാരങ്ങ കുടിക്കുന്നുണ്ട്, അതൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ സവാള അരിഞ്ഞതിന് ശേഷം അതിലൊരു ശകലം ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ട് ഞെരടി വെച്ചിരുന്നാൽ സവാള വഴറ്റുന്ന സമയത്ത് നന്നായിട്ട് വഴണ്ട് കിട്ടും. അപ്പോൾ അതൊരു ട്രിക്കാണ് കേട്ടോ. അതിന് ശേഷം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും പെരുംജീരകവും കൂടി ഇട്ട് അതിന് താളിക്കുകയാണ്. പിന്നെ അതിൽ വറ്റൽ മുളകും ഇട്ട്, പിന്നെ 2-3 കറിവേപ്പിലയും കൂടി ഇട്ടൊന്നിട്ട് അതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിരിക്കുന്നത് ഇട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറിയതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ചെറുള്ളി ഓരോന്നും ഓരോ ഐറ്റമായിട്ട് അങ്ങ് ചേർക്കുക. ചെറുള്ളി ചതച്ചു അതൊന്ന് വശക്കിയതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൂടെ ചേർത്തൊന്ന് നന്നായിട്ട് ഇളക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട് എങ്കിൽ കൂടി ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് അതിനെ ചെറുതായിട്ടൊന്ന് അടച്ച് വയ്ക്കുക. ഫ്ലെയിം കുറച്ചാണ് ഇട്ട് അതിന് ശേഷം ചതച്ച് വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വശക്കുക. നന്നായിട്ട് വശന്നതിന് ശേഷം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ അരിഞ്ഞ് ചേർക്കുകയാണ് ചെയ്യുന്നത്. അതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വശക്കിയതിന് ശേഷം അരപ്പിടണം. അരപ്പെന്ന് പറഞ്ഞാൽ മുളക് ഇത്ര മല്ലി ഇത്ര എന്നൊന്നുമില്ല. നമ്മൾ ഡെയിലി ചെയ്യുന്നതുകൊണ്ട് നമുക്കൊരു ക്വാണ്ടിറ്റി അളവും അറിയാം. അത് ഇന്നതിന് ഇത്ര എന്നൊന്നും പറയാൻ പറ്റില്ല. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച്. എന്നിരുന്നാലും കൂടരുതല്ലോ. അപ്പോൾ ഞാൻ മുളക് പൊടി, മല്ലിപ്പൊടി, മസാല, പിന്നെ നമ്മുടെ കുരുമുളക് പൊടി എല്ലാം കൂടി ഇട്ടിട്ടാണ് ആ മസാല കൂട്ടുണ്ടാക്കിയിരിക്കുന്നത്. അത് നന്നായിട്ട് ഇളക്കി അടി പിടിക്കാതെ ഇളക്കണം. പിടിച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കിയ പച്ചമണം മാറിയതിന് ശേഷം ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫിനെ പതുക്കെ എടുത്ത് തട്ടുക. ബീഫെടുത്ത് ഈ പരുവത്തിൽ ഒരു ജ്യൂസി ടൈപ്പാണ്. പണ്ട് ഞങ്ങൾ ഈ പരുവത്തിൽ ഇങ്ങനെ ജ്യൂസി ടൈപ്പ് ആകുമ്പോൾ കഴിക്കുമായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു അരപ്പിടുന്നതിന് മുന്നേ. അപ്പോൾ ഇതിൽ കിടന്ന ചിരട്ടയൊക്കെ ഞാൻ ലാസ്റ്റ് എടുത്ത് മാറ്റിയായിരുന്നു. ഉച്ചയ്ക്കുള്ള അച്ഛനും ഉണ്ടായിരുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.